ബിറജി, ഇവിടെ നാസർ കൊളായിയും ശ്രീ ഹാഫിസും ഒക്കെ സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ വസ്തുതകൾ നിരത്തിയാണ് അവർ കാര്യങ്ങൾ വിശദീകരിച്ചത്. ഇങ്ങനെ ഷോ കാണിക്കുന്ന ഷാഫിയായി മാറുന്നു. അത് അപകടകരമാണ്. അത് രാഷ്ട്രീയ പൊതുപ്രവർത്തന മണ്ഡലങ്ങൾക്ക് ചേർന്നതല്ല എന്നതൊക്കെ. ഷാഫി പറമ്പിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ നഷ്ടം കോൺഗ്രസ്സിന് തന്നെയാണ് ഷാഫിയുടെ ഇത്തരം സ്റ്റൈലുകൾ സ്വീകരിച്ചത്. ഇതാണ് ഇവരൊക്കെ പറയുന്നത്. ഈ SFIയുടെ ഗുണ്ടായുസത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പോലീസിനെ ഉപയോഗിച്ച് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റിന്റെ മൂക്കാമണ്ട അടിച്ചു പൊട്ടിച്ച് അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റലിലെ ചികിത്സയിലിരിക്കുമ്പോൾ തലയ്ക്കാണ്. അത് മാത്രമല്ല, മൂക്കിലേക്ക് തൂവാല കൊണ്ടുപോകുന്നതിന് മുമ്പ് തൂവാലയിൽ ചുവപ്പ് അതെങ്ങനെയാണ്? മൂക്കാമണ്ട അടിച്ചു പൊട്ടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകും, ദേശീയ തലത്തിൽ പ്രതിഷേധം ഉണ്ടാകും. പക്ഷെ ഈ സംഭവത്തെ ഈ ബഹുമാനനായ കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാവ് ഹാഫിസ് മുഹമ്മദ് അതിനെ വെള്ളപൂശാൻ എത്ര മഹത്തരമായിട്ട് ചെയ്യുന്നു. CPM-ന്റെ നേതാക്കളെക്കാൾ കൂടുതൽ വലിയ മുൻപന്തിയിലാണല്ലോ മർമ്മസത്യങ്ങളും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം മുന്നിൽ നിൽക്കുന്നത്. ഇവിടെ ഇത്തരത്തിൽ, അതായത് എപ്പോഴും സമാധാനത്തിന്റെ പാതയിലൂടെ പ്രതിഷേധം പ്രകടിപ്പിക്കാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. ദൃശ്യങ്ങളൊന്ന് കാണിച്ചു കൊടുത്തേ. എല്ലാ പോസ്റ്ററുകൾ തകർക്കുക, പോലീസിന് നേരെ ഉന്തും തള്ളും ഉണ്ടാക്കുക, വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ പിടിച്ച് തള്ളുക, അവരുടെ മേളിലേക്ക് ആക്രോശിച്ച് ചെല്ലുക. ഇതാ നോക്കൂ പോസ്റ്ററൊക്കെ വലിച്ചു കീറുന്നു. ഇതാണ് സമാധാനം അല്ലേ? ഇതാരുടെ സമാധാനമാണ്? 50 പേര് മാരകായുധങ്ങളുമായി നിങ്ങളെ നേരിടാൻ റോഡിൽ നിൽപ്പുണ്ടെന്ന് DYSP ആണ് ഈ കോൺഗ്രസിന്റെ നേതാക്കളോട് പറയുന്ന ആരോപണങ്ങളല്ലേ? എന്നിട്ട് എങ്ങനെയാണ് ആ പോലീസുകാർ നിങ്ങളുമായി ഒന്നും തള്ളും ഉണ്ടാകുന്നത്? അങ്ങനെയാണ് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, നിങ്ങൾ പ്രതിഷേധ പ്രകടനം നടത്തരുത്, ഇവിടെ ഗുണ്ടകൾ നിൽപ്പുണ്ട്, CPM-ന്റെ ഗുണ്ടകൾ അവിടെ നിൽപ്പുണ്ട് എന്ന് DYSP കോൺഗ്രസിന്റെ നേതാക്കളോട് പറയുകയാണ്. പിന്നെ ഇവിടെ ബഹുമാനായ അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് പോലീസ് നിങ്ങളുമായി സംഘർഷം ഉണ്ടാകുന്നത്? നിങ്ങളും LDF പ്രവർത്തകരുമായിട്ടല്ലല്ലോ സംഘർഷം ഉണ്ടായത്. നിങ്ങൾ പോലീസുകാരെയാണ് തള്ളുന്നതും അവർക്ക് മേൽ ആക്രോശിക്കുന്നതും ഒക്കെ. സ്വാഭാവികമായി പോലീസുകാർ പ്രതിരോധിക്കുമല്ലോ. ഇവിടെ സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു സംഘർഷം ഉണ്ടാകാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കാൽ വലിച്ച് അവരുടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് അവർക്ക് ഇത് വിഷയം വ്യതിചലിപ്പിക്കണം. അതിനുവേണ്ടി പോലീസിന് അതിന്റെ ആവശ്യമുണ്ടോ? ആരാണ് ശബരിമല വിഷയത്തിൽ നഗ്നരായത്? ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യാജന് വേണ്ടി വക്കാലത്തുമായി എത്തിയത്? ഒടുവിൽ ആ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഇതൊക്കെ കൊണ്ടുപോയത്. കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരും കോൺഗ്രസ് സംഘടനാ നേതാക്കൾ, INTUC-ക്കാർ. അങ്ങനെ ഇളിഭ്യരായത് ആരാണ് രാഷ്ട്രീയമായി? അതിനെന്തിനാണ് ഇങ്ങനെ സംഘർഷം ഉണ്ടാക്കുന്നതെന്ന് തിരിച്ച് അവരല്ലേ നിങ്ങളോട് ചോദിക്കേണ്ടത്? ശ്രീ അജിംഷാദ് ജി, ഇന്ന് ഇവിടെ ഈ ദേവസ്വം വകുപ്പിന്റെ ചുമതല വഹിക്കുന്നത് കോൺഗ്രസ്സുകാരാണോ? ഇവിടെ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് കോൺഗ്രസ്സുകാരാണോ? 2019 മുതൽ ശബരിമലയിലെ സ്വർണ്ണ കൊള്ള നടത്തുന്നവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇവിടുത്തെ സർക്കാർ? ആരാണ് ഈ സ്വർണ്ണക്കൊള്ളകൾ പുറത്തു കൊണ്ടുവന്നത്? ദേവസ്വം വിജിലൻസ്. കേരളത്തിലെ ദേവസ്വം ബോർഡ്, ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ദേവസ്വം വിജിലൻസ് ആണ് ഈ കൊള്ളകൾ പുറത്തു കൊണ്ടുവന്നത്. അത് കാലാകാലങ്ങളായി നടത്തിയിരുന്ന കൊള്ളകളാണ്. അത് ശ്രീകുമാറിന്റെയും പ്രയാറിന്റെയും ഒക്കെ കാലത്ത് നടത്തിയിരുന്ന കൊള്ളകളുടെ തുടർച്ചയാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പൊക്കിയത്. അത് ഉദ്യോഗസ്ഥ തലത്തിലുള്ളതാണ് ഇപ്പോൾ പൊക്കിയത്. മാത്രമല്ല, ഈ പോറ്റിക്ക് വേണ്ടി വാദം ആദ്യം ഉന്നയിച്ചത് VD സതീശനാണ്. VD സതീശൻ പറഞ്ഞതൊക്കെ കള്ളമായിരുന്നില്ലേ? കോടീശ്വരനെ വിറ്റു എന്ന് പറഞ്ഞു. ആ കടകംപള്ളി കേസുമായി പോയി, ഉടനെ മലക്കം പറഞ്ഞു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും എളുപ്പരായത് കോൺഗ്രസ് ആണെന്നേ ശ്രീ ബിറജി. ഇത് ഈ കൊള്ള പുറത്തു കൊണ്ടുവന്നത് പ്രതിപക്ഷമോ കോൺഗ്രസോ ഒന്നുമല്ല, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ്. നിങ്ങൾ ഹൈക്കോടതി ഉത്തരവിടാൻ നിദാനമായത് എന്താണ്? ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടാണ് സമഗ്രമായ. ആ അന്വേഷണ റിപ്പോർട്ടിലേക്ക് എങ്ങനെയാണ് പോയത്? അത് ദേവസ്വം ബോർഡാണല്ലോ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം നടക്കുന്നത്. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഈ സമഗ്ര അന്വേഷണം വേണമെന്ന് ഈ ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ച് സമഗ്ര അന്വേഷണം ഈ വിഷയത്തിൽ വേണമെന്ന് ആവശ്യപ്പെട്ടതും ദേവസ്വം ബോർഡാണ് കോടതിയോട്. അപ്പോൾ അതൊക്കെ വിടൂ, അത് മറ്റൊരു വിഷയത്തിലേക്ക് പോകണ്ട. നമുക്ക് ഈ അക്രമം, ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ വ്യാപകമായി നടത്തിയ അക്രമ പരമ്പര, അത് ഇനിയും ഇരവാദം ഉന്നയിച്ച് ആസൂത്രിതമായ അക്രമം നടത്താനുള്ള ലക്ഷണങ്ങൾ, ഇത് നേതാക്കന്മാരുടെ ഒക്കെ കോൾ ലിസ്റ്റ് എടുത്താൽ അറിയാം ഇതിലെ ഗൂഢാലോചനകളൊക്കെ ഒരുപക്ഷെ.